ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്നാന്ന് പറയും. ആരും വേറൊരു കാര്യം പറയാം, മൈദയും കൊണ്ടുള്ള ആഹാരം കഴിക്കാത്തവരാരുമില്ല. ഇപ്പം വേറെ നമ്മൾ ഫുഡല്ലായാലും ബേക്കറി സാധനങ്ങളൊക്കെ ആണെങ്കിലും ഒരുവിധം മൈദ കൊണ്ടൊക്കെ തന്നെയാണ് അല്ലേ. പൊറോട്ടയൊക്കെയാണ് നമ്മളത് ഏറ്റവും ഇഷ്ടമല്ലേ പൊറോട്ടയൊക്കെ, ഇത്രയും പേരാണ് കഴിക്കുന്നത്. അപ്പോൾ ആ മൈദയും കൊണ്ട് നമ്മൾക്കിന്നൊരു കുബൂസ് ഉണ്ടാക്കാം അല്ലേ. അപ്പം നല്ല ടേസ്റ്റിൽ തന്നെ ആ കുബൂസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിക്കണം കേട്ടോ. ഇത് കുറച്ച് ചൂടുവെള്ളമാണ്, ഒരുപാടില്ല, ചെറിയ ചൂട്, ഒരു ഊറിയ ചൂട് മതി. നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങോട്ട് എടുക്കുക ഇതേപോലെ. അപ്പോൾ ഒരു ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം എടുത്തു. ഇത് നമുക്ക് മേടിക്കാനൊക്കെ കടയിൽ കിട്ടുമല്ലോ ഈസ്റ്റ്. അപ്പോൾ ഇതേപോലെ ഒരു 1/4 ടീസ്പൂണ് ഈസ്റ്റ് ഈ വെള്ളത്തിനകത്തോട്ടിടാം. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക. ചൂടുവെള്ളത്തിനകത്താകുമ്പോൾ പെട്ടെന്നത് അലത്ത് കിട്ടും. ഒരു കിലോ മൈദയുണ്ട്. അപ്പം നമ്മൾ ആ മൈദ കൊണ്ടാണ് ഗോതമ്പ് പൊടി കൊണ്ട് ചെയ്യാം, പക്ഷേ കുറച്ചുകൂടെ നല്ലത് മൈദ തന്നെയാണ്. ഇത് സത്യം പറയാൻ നമ്മുടെ നാടനല്ല, ഇത് വിദേശത്തിൽ നിന്നൊക്കെ വന്ന സാധനമാണ്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം കുപ്പൂസാണ്. കുപ്പൂസൊന്നും പേര്. അപ്പം ഞാൻ ഇതേപോലെ ഒരു 1/2 കിലോ, നമ്മൾ ഏകദേശം ഒരു 1/2 കിലോ എടുത്തിട്ടുള്ളൂ. നമുക്ക് കുറച്ച് ഇതേപോലെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് പൊടി, നന്നായിട്ട് ഉപ്പിട്ടു ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ ഈസ്റ്റും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് കുറേശ്ശെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒന്നിച്ചൊഴിക്കാതെ നമുക്ക് കുറേശ്ശെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കൈ കൊണ്ട് തന്നെ ഇളക്കണം, ഞാൻ ആദ്യം ഒന്ന് മിക്സ് ചെയ്തേ ഉള്ളൂ. ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ കുറേശ്ശെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം ബാക്കിയുണ്ട് കേട്ടോ, നമുക്ക് ആവശ്യത്തിന് എടുക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ നല്ലപോലെ കുഴച്ച് നല്ല മയപ്പെടുത്തണം. ഈ അളവിലൊക്കെ വെള്ളം വരാനുള്ളൂ കേട്ടോ. ശരിക്കും ഒരു 5-6 മിനിറ്റ് എടുക്കും കേട്ടോ, കാരണം ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാൻ. നമ്മൾ ഈ ഇതുപോലെ പ്ലേറ്റിനകത്ത് മാറ്റാം. 1/2 കിലോ ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ, ഇച്ചിരി കുറവാണ്. നമ്മളൊരു അളവ് ഉണ്ടെങ്കിൽ എടുത്തതേ ഉള്ളൂ. ഒരു നല്ല ഒരു പല കഷ്ണത്തിൻ്റെ മുകളിലോ അല്ല ടൈൽസിൻ്റെ മുകളിലോ ഒക്കെ വെച്ച് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ഒരുപാട് എടുത്തില്ല, എന്നാണെന്നറിയോ, നമുക്ക് ആവശ്യമുള്ളൂ അത്ര. ഇപ്പോൾ 1 കിലോയോ 2 കിലോ ഒക്കെ എടുക്കാം, കാര്യം അതുപോലെ കഴിക്കാൻ അംഗസംഖ്യ ഉണ്ടെങ്കിൽ അതനുസരിച്ച് എടുക്കണം കേട്ടോ. അപ്പം നമ്മൾ ഇതേപോലെ നല്ലൊരു ബോളാക്കി വെച്ചു. ഒരല്പം ഓയിൽ കയ്യിലോട്ടും തൂത്ത് ഇത് ഒന്ന് തൂത്ത് കൊടുക്കുക. മാവ് ഉണങ്ങിപ്പോയിരിക്കാനായിട്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതേപോലെ ഒന്ന് തൂത്ത് കൊടുക്കുക. ബ്രഷ് ഉണ്ട്, ബ്രഷിന് ഒന്ന് തൂത്ത് കൊടുത്താലും മതി. ഇനി ഇതേപോലെ ഒരു വൃത്തിയുള്ള തുണി എടുക്കുക. ഒരു കോട്ടൺ തുണി എടുത്താൽ അത് ഏറ്റവും നല്ലത്. നമ്മൾ കണ്ടിട്ടില്ലേ, പൊറോട്ട ഒക്കെ വീശി കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ വെള്ളം നനച്ച് അങ്ങോട്ടിടും. എന്തിനാണെന്നറിയാം, ഇത് ഉണങ്ങിപ്പോയിരിക്കാനായിട്ടാണ്. ഇതേപോലെ ഒന്ന് ഞെക്കിയിട്ട് ഇതിൻ്റെ മേലോട്ട് മുട്ടിട്ട് കൊടുക്കുക. ഇതേപോലെ അപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും ഇരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ആ കുപ്പൂസിൻ്റെ ആ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതെങ്ങനെ റെഡിയാക്കാം നോക്കാം. അപ്പോൾ നമ്മളൊന്ന് കറങ്ങിയിട്ടൊക്കെ വന്നു, 2 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. വേണ്ട, മാവൊക്കെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ പരുവത്തിൽ ഇപ്പോൾ ഒന്നുകൂടെ ഒന്ന് നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ അരിച്ചിരി എണ്ണ എന്ന് നോക്കട്ടെ, കരി ഒട്ടും. അപ്പം നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഓരോ ചെറിയ ബോൾ പിടിക്കാം. ചപ്പാത്തിയെക്കാട്ടി ഒരല്പം കൂടെ വലുപ്പത്തിൽ പിടിക്കണം. ഇതേപോലെ നമുക്ക് നോക്കാം, ഏകദേശം ഒരു 1/2 എണ്ണം കാണുമായിരിക്കും.
നമുക്കൊരു 6 എണ്ണം ഉണ്ടായിരുന്നു. അപ്പം നമ്മളൊരു 6 ബോൾ പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പരത്തി റെഡിയാക്കണം, ചുട്ടെടുക്കണ്ടേ. അപ്പോൾ ഞാൻ ആദ്യമേ ഇതൊന്ന് കത്തിക്കാം, അടുപ്പൊന്ന് കത്തിക്കട്ടെ, ദോശക്കല്ല് ചൂടാക്കണം. ഇതേപോലെ ദോശക്കല്ല് അങ്ങോട്ട് വെക്കുക, ഒരല്പം മൈദാപ്പൊടി അങ്ങോട്ട് തൂത്ത് കൊടുക്കുക. കാരണം അല്ല ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊന്ന് ഒരുപാട് വേണ്ട, ഈ പേരിനൊന്ന് പലകൊന്ന് മയപ്പെടുത്തിയിടുക. ഇനി ഇത് ഒന്ന് പരത്തി ഇങ്ങനെ അങ്ങോട്ട് കൈ കൊണ്ട് കണ്ടോ, ഇതേപോലെ കൈ കൊണ്ടൊന്ന് പരത്തി നമുക്കൊന്ന് പരത്തി ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കാം. ഒരു 2 ചപ്പാത്തി കനം കിട്ടണം. അപ്പോൾ ആദ്യത്തെ നമ്മൾ പരത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ദോശക്കല്ല് നല്ല ചൂടായിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് ഇടാം. അപ്പോൾ ആദ്യത്തെ അങ്ങോട്ട് ഐശ്വര്യമായിട്ട് ഇടാം. അപ്പോൾ അത് റെഡി ആയിട്ട് ആ സമയം കൊണ്ട് നമുക്ക് അപ്പോൾ അടുത്തോടെ നമുക്കിതുപോലെ ചപ്പാത്തി പരുവത്തൊന്ന് പരത്തിയെടുക്കാം. അല്ല തിരിച്ചിട്ട് കൊടുത്തേ ഷമല. തിരിച്ചു മറിച്ചൊക്കെ ഇട്ടുകൂടെ? തിരിച്ചും മറിച്ച് വിടട്ടെ. അല്ല ഇതൊന്ന് ബോള് ഈ പൊങ്ങി വരുന്നേ. അപ്പോൾ ആദ്യത്തെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം കല്ലൊന്ന് മയപ്പെട്ട് വരണം അല്ലേ ഷമല? അപ്പോൾ അടുത്തോടെ അങ്ങോട്ടിടാം ഇതേപോലെ. അപ്പോൾ ഇങ്ങനെ ഒരു വശം ഇതേപോലെ ചെറുതായിട്ടായി വരുമ്പോഴത്തേക്ക് മറിച്ചിട്ട് കൊടുക്കും. ഇതിങ്ങനെ പെതുക്കെ അമക്കി എല്ലാ ഭാഗവും. അപ്പോൾ ഇതേപോലെ ബാക്കിയൂടെ നമുക്ക് ചുട്ടെടുക്കാം. ഒന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ കുബൂസൊക്കെ റെഡിയായി. ലാസ്റ്റത്തെയാണ്. ഇനി ഇത് ഇങ്ങോട്ട്. അപ്പോൾ നമ്മുടെ കുബൂസൊക്കെ ഒരു 6 എണ്ണം ഞാൻ പറഞ്ഞില്ല, ഒരു 6 എണ്ണത്തിനുള്ളത് നമ്മൾ എടുത്തിട്ടുള്ളൂ. നല്ല ടേസ്റ്റിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുബൂസ് നമ്മുടെ വീട്ടിലെങ്ങനെ ഇതേപോലെ റെഡിയാക്കാൻ പറ്റും എന്ന് നമ്മളൊന്ന് കാണിച്ചതേ ഉള്ളൂ. പിന്നെ കാര്യമുണ്ട്, ഇത് മയണൈസോ സലാഡോ ചിക്കനോ ഒക്കെ കൂട്ടി കഴിക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ ഇപ്പോഴത്തെ ഒരു പിള്ളേർക്കൊക്കെ അറിയാം ഇതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ. അവർക്കൊക്കെ ഇത് മതി. തീർച്ചയായിട്ടും നമുക്ക് വീട്ടിൽ ചെയ്യാം, ഇതേപോലെ ചെയ്യാം കേട്ടോ. അപ്പം ഇത് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ചെയ്തു നോക്കുക. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ലക്ഷമില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്യണം, പിന്നെന്താ ഷെയർ ചെയ്യണം. ആ ലാസ്റ്റത്തെ ഒരു ബെൽ ബട്ടണും കൂടെ ഒന്ന് ഞെക്കിയേക്കണം കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.